ഇന്നലെ വൈകുന്നേരം ദോഹയിലെ ബോട്ട് ജെട്ടിയിൽ നിന്നുള്ള കാഴ്ചകളാണിത്. സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. ചൂട് കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിൽ ഇപ്പോഴുമുണ്ട്. മീൻ കെണി. ഖത്തറിലെ പരമ്പരാഗത മീൻപിടുത്ത രീതികളിൽ ഒന്നാണിത്. ഗർഗൂർ എന്നാണ് ഇതിന്റെ പേര്. കണ്ടില്ലേ, വളരെ വ്യത്യസ്തമായ ഒരു കൂടാണ് ഇത്. കാണുമ്പോൾ ലളിതമെന്ന് തോന്നുമെങ്കിലും ഈ ഗർഗൂർ ഉണ്ടാക്കുന്നത് നല്ല കൈവേല ആവശ്യമുള്ള ഒരു പണിയാണ്. പണ്ടൊക്കെ ഈന്തപ്പനയുടെ മടലുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് GI വയറുകൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. കണ്ടില്ലേ, ഒരു അർദ്ധവൃത്താകൃതിയിലാണ് ഇതിന്റെ ഡിസൈൻ. ഇതിന്റെ ഏറ്റവും വലിയ ട്രിക്ക് ഇതിന്റെ ഉള്ളിലേക്കുള്ള വഴിയാണ്. മീനുകൾക്ക് ഉള്ളിലേക്ക് കയറാം, പക്ഷേ തിരിച്ചു ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫണൽ ഡിസൈനാണ് ഇതിനുള്ളത്. ഒരു കൂട് ഉണ്ടാക്കാൻ നല്ല പരിചയമുള്ള ഒരാൾക്ക് മണിക്കൂറുകൾ മാത്രം മതി. മീനുകളെ കൊതിപ്പിച്ചു വലയിലാക്കാനുള്ള ചില കിടിലൻ ഐറ്റങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ വെക്കാറുള്ളത്. സാധാരണയായി ഖത്തറിലെ മീൻപിടുത്തക്കാർ ഇതിന്റെ ഉള്ളിൽ വെക്കുന്നത് നല്ല മണമുള്ള ചെറിയ മീനുകളോ അതല്ലെങ്കിൽ നമ്മൾ ഈ ബോട്ടിൽ കാണുന്നതുപോലെയുള്ള ഖുബൂസ്, അറബിക് റൊട്ടി, കഷ്ണങ്ങളോ ആണ്. ചിലർ പ്രത്യേക തരം മാവ് കുഴച്ചും ഇതിന്റെ ഉള്ളിൽ വെക്കാറുണ്ട്. കടലിന്റെ അടിത്തട്ടിൽ ഈ കൂട് ചെന്നുകിടക്കുമ്പോൾ ഒഴുക്കിലൂടെ ഈ ഭക്ഷണത്തിന്റെ മണം വെള്ളത്തിൽ പടരും. ഇത് ശ്വസിച്ച് കൊതിമൂത്താണ് മീനുകൾ കൂടിനു ചുറ്റും വലിഞ്ഞു കൂടുന്നത്. കപ്പിത്താൻ ആദ്യം ഒന്നാമത്തെ എഞ്ചിൻ സ്റ്റാർട്ട് ആക്കി, തൊട്ടുപിന്നാലെ തന്നെ രണ്ടാമത്തെ എഞ്ചിനും ജീവൻ വെച്ചു. കടലിൽ നല്ല പവറിൽ കുതിച്ചുയരാൻ മാത്രമല്ല സുരക്ഷയ്ക്കും കൂടിയാണ് ബോട്ടുകളിൽ ഇങ്ങനെ ഇരട്ട എഞ്ചിനുകൾ നൽകുന്നത്. ഒരെണ്ണത്തിന് എന്തെങ്കിലും പറ്റിയാലും രണ്ടാമൻ നമ്മളെ കരയ്ക്കെത്തിക്കും. കേൾക്കുന്നില്ലേ ആ എഞ്ചിന്റെ ഗർജനം? ഇനി നമുക്ക് നേരെ കടലിലേക്ക് വിടാം. ആ കാണുന്നതാണ് നമ്മുടെ ബോട്ടിന്റെ കപ്പിത്താൻ. ഹെൽമറ്റ് കളർ ടീ-ഷർട്ട് ഇട്ട സുഹൃത്ത്. ഈ ബോട്ട് പതുക്കെ നടുക്കടലിലേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ദോഹയുടെ കടലിടുക്കിലൂടെ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ബോട്ട് കരയോട് വിട പറഞ്ഞ് പതുക്കെ നീങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ഇരട്ട എഞ്ചിനുകളുടെ ആ ശബ്ദം പതുക്കെ കടലിന്റെ ശാന്തതയിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. ഇതുപോലെയുള്ള കൂടുതൽ കൗതുകമുണർത്തുന്ന വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കൂ.